നിങ്ങളുടെ സൂപ്പർഅന്വേഷൻ ഫണ്ട് ഉപയോഗിച്ച് പ്രോപ്പർട്ടി വാങ്ങിക്കാം. പല ആളുകളും വിചാരിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണോ? ഞാൻ പറയാം. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് കൺസൾട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു SMSF അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിനകത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പല ഫ്രണ്ട്സും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, SMSFൽ അല്ലെങ്കിൽ സൂപ്പർഅന്വേഷൻ ഫണ്ട് ഉപയോഗിച്ച് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പല ആളുകളും അത് ഉപയോഗിച്ച് പ്രോപ്പർട്ടി വാങ്ങിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും ഓസ്ട്രേലിയയിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങൾക്കൊരു 150K ആണ് നിങ്ങളുടെ സൂപ്പറിലുള്ളതെന്ന് വിചാരിക്കുക. ഈ 150K ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് സൂപ്പർഅന്വേഷനകത്തൊരു 6 to 8% ഗ്രോത്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 150K എന്നുള്ളത് ഒരു 260K അല്ലെങ്കിൽ 280K ആണ് നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ 150K ഉപയോഗിച്ച് 2026 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 150K നിങ്ങളുടെ ഫണ്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അപ്രോക്സിമേറ്റ് ഒരു 600Kയുടെ വരെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. ഇതൊരു ജനറൽ ഇൻഫർമേഷനാണ്, ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഫിനാൻഷ്യൽ അഡ്വൈസറോട് അക്കൗണ്ടിനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ചോദിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ജനറൽ ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് 150K നിങ്ങളുടെ പാർട്ട്ണറും കൂടെ 150K നിങ്ങളുടെ സൂപ്പറിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 500 to 600Kയുടെ വരെ പ്രോപ്പർട്ടി വാങ്ങിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ റൈറ്റ് ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെങ്കിൽ 2026 നിങ്ങളൊരു 500Kയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചെന്ന് വിചാരിക്കുക. റൈറ്റ് ലൊക്കേഷനിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ 500Kയുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒരു 1 million ആയിട്ട് മാറിയിട്ടുണ്ടാവും. ശരിയല്ലേ? അതിൻ്റെ കൂടെ ഈ 500Kയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഇൻകം, ഒരു 10 വർഷത്തെ റെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് 20 or 25K ഇയർലി കൂട്ടിക്കഴിഞ്ഞാൽ 250K 10 വർഷത്തെ റെൻ്റൽ ഇൻകം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഈ 150Kക്ക് നിങ്ങൾ 500Kയുടെ പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളവിടെ ഈ 150K ലിവറേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ 150Kക്ക് പകരം 500K ആണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ 500K 10 വർഷം കഴിയുമ്പോൾ അത് 1 million ആയിട്ട് മാറുന്നു. അതിൻ്റെ കൂടെ ഒരു 25K പെർ ഇയർ റെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു 250K റെൻ്റൽ ഇൻകം വന്നു. സൂപ്പർഅന്വേഷൻ ഫണ്ടിനകത്ത് അത് ഉപയോഗിച്ചൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു 500Kയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 10 വർഷം കഴിയുമ്പോൾ 500K ക്യാപിറ്റൽ ഗ്രോത്തും ഒരു 250K റെൻ്റൽ ഇൻകവും. അപ്പോൾ ഓൾമോസ്റ്റ് 750K നിങ്ങളവിടെ ഗെയിൻ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു റഫ് കാൽക്കുലേഷൻ നടത്തുക, നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ SMSF ഫണ്ടിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുക, തീരുമാനം എടുക്കുക. അപ്പോൾ ഞാനൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാർ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വെബിനാർ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇൻബോക്സിൽ.